വർഷങ്ങളായി ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന നടിയാണ് സീമ ജി നായർ. ശ്രദ്ധേയ സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ച സീമ കരിയറിനേക്കാളും പ്രാധാന്യം പലപ്പോഴും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നൽകി. അന്തരിച്ച നടി ശരണ്യക്ക് ചികിത്സാ സമയത്ത് നൽകിയ സഹായങ്ങൾ പുറത്തു വന്നപ്പോഴാണ് സീമ ജി നായരുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ പേർ അറിയുന്നത്. ഇപ്പോഴിതാ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് സീമ. താൻ ചേർത്ത് നിർത്തിയ രോഗികൾ മരണപ്പെടുമ്പോൾ വലിയ വിഷമമാണെന്ന് സീമ ജി നായർ പറയുന്നു. സഫാരി ടിവിയോടാണ് പ്രതികരണം. എൻ്റെ പേജിൽ പോസ്റ്റിട്ട് തീരുന്നില്ല. ഒരു പോസ്റ്റിട്ട് കഴിയുമ്പോൾ അടുത്ത ആളുടെ പിറന്നാളോ മരണദിവസമോ വരും. ഒരാൾക്ക് സഹായം ചെയ്തു കൊടുത്ത് അങ്ങ് മാറിയേക്കണം. പിന്നെ വെറുതെ അവരെ ചേർത്ത് പിടിച്ച് നടക്കാൻ നിൽക്കല്ലേ എന്ന് പലരും എന്നോട് പറയും. ഞാൻ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാവാം ഇത്രയും ദുഃഖങ്ങൾ ഏറ്റെടുക്കുന്നത്. അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. ഇപ്പോഴും കുറേ പേരുടെ പ്രശ്നവുമായി ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ദൈവത്തിൽ സമർപ്പിച്ചാണ് ഓടുന്നത്. കാരണം എന്താകുമെന്ന് അറിയില്ല. അടുത്ത ഏത് ദുഃഖമാണ് ഞാൻ ഏറ്റുവാങ്ങേണ്ടതെന്ന ചിന്തയിലാണ് ഞാൻ ഓരോ ദിവസവും മുന്നോട്ടു പോകുന്നതെന്നും സീമ ജി നായർ വ്യക്തമാക്കി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ശരണ്യയെക്കുറിച്ചും സീമ ജി നായർ സംസാരിക്കുന്നുണ്ട്. ആത്മസംഘടനയുടെ സജീവ പ്രവർത്തകയായിരുന്നു ഞാൻ ഈ കുട്ടിയെ കാണാൻ വേണ്ടി പോയതാണ്. വലിയൊരു ടെഡ്ഡിബിയറുമായാണ് പോയത്. അമ്മയുണ്ട്, അവൾ കിടക്കുന്നു. കുറച്ചു നേരമിരുന്ന് സംസാരിച്ചു. അപ്പോഴാണ് അവരുടെ കാര്യങ്ങൾ അറിഞ്ഞത്. അവളാണ് ആ കുടുംബത്തിൻ്റെ നട്ടെല്ല്. ബിഗ് സീറോയിൽ നിൽക്കുന്ന കുടുംബവുമാണ്. ഒന്ന് കാണാൻ ചെന്ന ഞാൻ ഈ കഥയറിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ എൻ്റെ നെഞ്ചിലൊരു വിങ്ങലുണ്ടായിരുന്നു. ആ കുട്ടിക്കു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന തോന്നലായിരുന്നു. അങ്ങനെ ഞാൻ അവളുടെ കുടുംബവുമായി പതിയെ അടുത്തു. അവൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്തു. അവൾ പുറകോട്ട് പോകുന്തോറും കൈപിടിച്ച് ഞാൻ നിന്നു. അവളുടെ അമ്മയും സഹോദരങ്ങളും കൂടെ തന്നെയുണ്ട്. അവൾക്ക് വേണ്ടി പരമാവധി ഞാൻ പൊരുതി. ഓരോ സർജറി ചെയ്യുമ്പോഴും അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു. അവൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കാൻ ശ്രമിച്ചു. 10 വർഷത്തെ പോരാട്ടമായിരുന്നു. അസാമാന്യ മനക്കരുത്തുള്ള പെൺകുട്ടിയായിരുന്നു. ഇതുപോലൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. അവളുടെ ധൈര്യമാണ് ഓരോ സർജറി കഴിയുമ്പോഴും അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. നിവൃത്തികെട്ട് ഒരു നിമിഷത്തിൽ അവൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ വന്ന് കൈനീട്ടി. അവൾക്ക് വീടുണ്ടായിരുന്നില്ല. അവളുടെ ഇഷ്ടപ്രകാരം വീട് വെച്ചു. പാലുകാച്ചൽ നടത്തി. ഒരു വാടക വീടിൻ്റെയും മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടെന്ന് കരുതിയാണ് താനത് ചെയ്തത്. ലക്ഷക്കണക്കിന് പേരുടെ സഹായം കൊണ്ടാണ് തനിക്കത് ചെയ്യാൻ പറ്റിയതെന്നും സീമ ജി നായർ വ്യക്തമാക്കി. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.